ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയല്ലേ? നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള അല്ലെ ഒരു അടിപൊളി ടോപ്പിക് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാണ്ടറിംഗ് ഓഫ് സീഡ്സ് അല്ലെ. വാണ്ടറിംഗ് സീഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. As we all know that അല്ലെ, നമുക്ക് എന്താണ് ഈ മൊബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. വാട്ട് യു മീൻ ബൈ മൊബിലിറ്റി? എന്താണ് ഈ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെ. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ അതേ സമയം അല്ലെ, നമ്മള് കുറച്ച് ചെടികളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാൻ ദേ റിയലി ഏബിൾ ടു മൂവ്? അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. അവരുടെ റൂട്ട് ഇങ്ങനെ മണ്ണിൽ ഉറപ്പിച്ച് നിൽക്കുന്നോണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മളൊന്ന് മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ബേർഡ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, ദേ ക്യാൻ ഫ്രീലി മൂവ് അറൌണ്ട് ദ വേൾഡ് അല്ലെ. അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ സീഡ്സ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചെന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ. അവരുടെ മൊബിലിറ്റി എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും അല്ലെ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, പല തരത്തിലുള്ള വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ ഈ ലോകത്തെമ്പാടും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. നമ്മൾ ഇവിടെ നോക്കിയേ, നിങ്ങളെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തുണ്ട്? ഇഷ്ടംപോലെ എന്തുണ്ട്? തെങ്ങുകളുണ്ട് അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പല കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തുണ്ട്? തെങ്ങുകളുണ്ട്. അപ്പോ ഇത്രയും ദൂര സ്ഥലത്തേക്ക് ഈ ഒരു ചെടി അല്ലെ, ഈ ഒരു തെങ്ങ് എന്ന് പറയുന്ന ഒരു ചെടി ഇങ്ങനെ ഇത്രയും ലോകത്ത് മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ സീഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? സോ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ മിസ്സിനെ ഒന്ന് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് അരുണിമ, യുവർ സയൻസ് ടീച്ചർ. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ മക്കളെ നിങ്ങൾ നോക്കിയേ, സീഡ് ഡിസ്പെർസൽ ഈസ് ദ മൂവ്മെന്റ്, സ്പ്രെഡ് ഓർ ട്രാൻസ്പോർട്ട് ഓഫ് സീഡ്സ് എവേ ഫ്രം ദ പാരന്റ് പ്ലാന്റ് അല്ലെ. പാരന്റ് പ്ലാന്റ് നിന്ന് പുറത്തേക്ക് എവിടേക്കെങ്കിലും ഉള്ള നമ്മുടെ സീഡിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് അല്ലെ. സോ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് പ്രധാനമായിട്ടും 4 വഴികളിലൂടെയാണ് അല്ലെ. നമ്മുടെ ഈ പറയുന്ന സീഡ് നമ്മുടെ ചെടിയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും 4 വഴിയിലാണ്. Plants have limited mobility and rely upon a variety of dispersal vectors to transport their seeds, including both abiotic vectors such as wind and living vectors such as birds. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അതായത് ടീച്ചർ ആദ്യമേ പറഞ്ഞല്ലേ, നമ്മുടെ ഈ പറയുന്ന ചെടികൾക്ക് അല്ലെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോ ഈ പറയുന്ന ചെടികളുടെ വിത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ കോൾ ദം ആസ് ഡിസ്പേഴ്സൽ വെക്ടേഴ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്പേഴ്സൽ വെക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് വാട്ട് യു മീൻ ബൈ ഡിസ്പേഴ്സൽ വെക്ടേഴ്സ്? ഡിസ്പേഴ്സൽ വെക്ടേഴ്സ് ആർ സംതിങ് വിച്ച് ഹെൽപ് ദ സീഡ്സ് ടു ട്രാൻസ്പോർട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അല്ലെ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സീഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വെക്ടേഴ്സ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബയോട്ടിക് വെക്ടേഴ്സ് ആൻഡ് ആബയോട്ടിക് വെക്ടേഴ്സ്. എന്താ ഈ ബയോട്ടിക് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ജീവനുള്ള കുറച്ച് ആളുകൾ ഹെൽപ്പ് ചെയ്യും അല്ലെ. ജീവനുള്ള കുറച്ച് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ബേർഡ്സ്, ആനിമൽസ് അല്ലെ. അതായത് സീഡ് ഡിസ്പേഴ്സലിന് ചിലപ്പോൾ മനുഷ്യനോ അല്ലെങ്കിൽ അധികം ബേർഡ്സോ അല്ലെങ്കിൽ എന്താ പറയാ ആനിമൽസോ ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ബയോട്ടിക് വെക്ടേഴ്സ് എന്ന് വിളിക്കും. ദ സെയിം ടൈം ജീവനില്ലാത്ത ആളുകളാണ് സീഡ് ഡിസ്പേഴ്സലിന് സഹായിക്കുന്നതെങ്കിൽ ലെറ്റ്സ് കോൾ ദം ആസ് അബയോട്ടിക് വെക്ടേഴ്സ് അല്ലെ. ലെറ്റ്സ് കോൾ ദം ആസ് അബയോട്ടിക് വെക്ടേഴ്സ് അല്ലെ. അപ്പൊ ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ദേ ആർ ലിവിങ് അല്ലെ. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ആണ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. നോൺ ലിവിങ് ഫാക്ടേഴ്സ് ആണ് അബയോട്ടിക്. സോ ക്യാൻ യു ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓർ അബയോട്ടിക് ഫാക്ടർ? എന്താണ്? എളുപ്പല്ലേ? ഏതൊക്കെയാണ്? നമ്മുടെ വിൻഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ് അല്ലെ.
അതേപോലെ തന്നെ വാട്ടർ, ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ആണ് അല്ലെ. ഇതിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യും? കാറ്റത്ത് കൂടെ എന്ത് ചെയ്യാറുണ്ട്? സീഡ് ഡിസ്പേഴ്സ് ചെയ്യാറുണ്ട്. വെള്ളത്തിലൂടെ സീഡ് എന്ത് ചെയ്യാറുണ്ട്? ഡിസ്പേഴ്സൽ നടത്താറുണ്ട് അല്ലെ. സോ അതുപോലത്തെ ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ ലിവിങ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയാം. സോ മനസ്സിലായല്ലോ കുട്ടികളെ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പൊ മക്കളെ നോക്കിയേ നിങ്ങളെ, ഏജൻസ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വിൻഡ് ഉണ്ട്, എക്സ്പ്ലോഷൻ ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, വാട്ടർ ഉണ്ട്, ആനിമൽസ് ഉണ്ട് അല്ലെ. ആനിമൽസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സ് വരും, ബേർഡ്സ് വരും, അനിമൽസ് വരും, ഇൻസെക്ട്സ് വരും അല്ലെ. ഇവരൊക്കെ എന്ത് ചെയ്യാണ്? സീഡ് ഡിസ്പേഴ്സലിനെ ഹെൽപ്പ് ചെയ്യാണ്. സോ നമുക്ക് ഓരോന്നും എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ വാട്ടർ അല്ലെ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ അറിയാം അല്ലെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, പല ചെടികളും അല്ലെ, പല ചെടികളുടെയും ഈ പറയുന്ന സീഡ്സ് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. വെള്ളത്തിലൂടെയായിരിക്കും ആ സീഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന വെള്ളത്തിലൂടെയൊക്കെ തേങ്ങ ഇങ്ങനെ പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള അല്ലെ, നമ്മുടെ ഇവിടെയുള്ള ഒരു തേങ്ങ, കേരളത്തിലുള്ള ഒരു തേങ്ങ, അതിങ്ങനെ കടലിൽ വീണെന്ന് വിചാരിച്ചോ, അതിങ്ങനെ ഒഴുകി അല്ലെ, നമ്മുടെ കടലിൽ ഇങ്ങനെ ഒഴുകി വേണമെന്നുണ്ടെങ്കിൽ അല്ലെ പല രാജ്യത്തേക്കും എത്താം അല്ലെ, പല രാജ്യത്തേക്കും എത്താം. അപ്പൊ ഈ ഒരു രീതിയിൽ അല്ലെ തേങ്ങ എങ്ങനെയാണ് പോകുന്നത്? തേങ്ങ എന്ന് പറയുന്നത് കോക്കനട്ടിന്റെ ഡിസ്പേഴ്സൽ, സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്ന ഏതിലൂടെയാണ്? വാട്ടറിലൂടെ അല്ലെ. അതിങ്ങനെ വാട്ടറിലൂടെ ഒഴുകി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. നോക്കിയാൽ നിങ്ങൾ, സം പ്ലാന്റ്സ് റിലേ ഓൺ വാട്ടർ ടു ഡിസ്പേഴ്സ് ദെയർ ഫ്രൂട്ട്. ദിസ് വിൽ either grow on water or by the sides of water അല്ലെ. ചിലപ്പോൾ അത് വെള്ളത്തിൽ തന്നെ വളരും, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ സൈഡിലൊക്കെ അല്ലെ വളരും. വാട്ടർ ലില്ലീസ് ലിവ് ഓൺ ദ വാട്ടർ, സോ ദേ യൂസ് ദ വാട്ടർ ടു ഡിസ്പേഴ്സ് ദർ സീഡ്സ് അല്ലെ. അപ്പൊ എക്സാമ്പിൾ ചോദിക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെ പറയാം? വാട്ടർ ലില്ലി അല്ലെ. വാട്ടർ ലില്ലി ആണ് സീഡ് ഡിസ്പേഴ്സൽ നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ വെക്ടറായിട്ട് അല്ലെ, വെക്ടറായിട്ട് യൂസ് ചെയ്യുന്ന എന്തിനെയാണ്? വാട്ടറിനെയാണ് അല്ലെ. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അബയോട്ടിക് വെക്ടർ അല്ലെ. അബയോട്ടിക് വെക്ടർ ആണ് സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ടർ ലില്ലി വാട്ടറിനെയാണ്. സോ നമുക്ക് എന്ത് പറയാം അല്ലെ, വാട്ടറിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്ന ആളാണ് വാട്ടർ ലില്ലി അല്ലെ. They make very light seeds which will float away on water for a while, then sink into the bottom of a pond to grow a new lily അല്ലെ. അതായത് എന്താണ്? ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും അല്ലെ. കുറച്ച് സമയം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? താഴത്തേക്ക് സിങ്ക് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യും അല്ലെ, നല്ല ഒരു അടിപൊളി സ്ഥലത്ത് അത് എന്ത് ചെയ്യും? പുതിയ പ്ലാന്റ് ആയിട്ട് വളരുന്നതായിരിക്കും. Can you understand? Okay. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത് ബേഴ്സ്റ്റിംഗ് അല്ലെ. ബേഴ്സ്റ്റിംഗ് അഥവാ എക്സ്പ്ലോഷൻ. വേറെന്ത് പേരാണ്? എക്സ്പ്ലോഷൻ അല്ലെ. എക്സ്പ്ലോഷൻ അല്ലെ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെയായിരുന്നു? വിൻഡ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പ്ലോഷൻ അല്ലെ. എക്സ്പ്ലോഷന്റെ മറ്റൊരു പേരാണ് എന്ത്? ഈ പറയുന്ന ബേഴ്സ്റ്റിംഗ് അല്ലെ. ബേഴ്സ്റ്റിംഗ് പേര് കേട്ടാൽ തന്നെ അറിയില്ലേ, പൊട്ടിത്തെറിക്കുക അല്ലെ, എക്സ്പ്ലോഡ് ചെയ്യുക. അതായത് ചില ചെടികളുടെ വിത്തുകൾ എന്ത് ചെയ്യും? അതിന് പാകമാവുന്ന സമയത്ത് അല്ലെ, അതിനൊരു വളർച്ചയൊക്കെ എത്തി അതിങ്ങനെ പാകമാവുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിങ്ങനെ പൊട്ടും അല്ലെ. പൊട്ടിത്തെറിച്ച് വിത്ത് എന്ത് ചെയ്യും? പല ഭാഗങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ. സോ നമുക്കൊന്ന് നോക്കാലോ. സം പ്ലാന്റ്സ് ഹാവ് പോട്സ് ഫുൾ ഓഫ് സീഡ്സ് വിച്ച് വിൽ ബേഴ്സ്റ്റ് ഷവറിംഗ് ദ ഗ്രൗണ്ട് വിത്ത് സീഡ്സ് ലൈക്ക് ദ ഹിമാലയൻ ബാൽസം സീഡ്. Peas are another example of planting burst open to disperse its seed അല്ലെ. നമ്മുടെ പയറിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു സമയം ആകുമ്പോഴത്തേക്കും പയർ ഇതുപോലെ തുറന്നു കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലെ. എന്തുകൊണ്ടാ അത്? അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് അല്ലെ. അത് ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യും? ബേസ്റ്റ് ചെയ്യും അല്ലെ. അതിങ്ങനെ പൊട്ടും, എന്നിട്ട് സീഡ്സ് പല ഭാഗത്തേക്ക് പോകും അല്ലെ. പല ഗ്രൗണ്ടിന്റെ പല ഭാഗത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വിൻഡ് അല്ലെ. വിൻഡ്. നിങ്ങൾക്ക് വിൻഡ് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ അപ്പൂപ്പൻ താടി അല്ലെ. അപ്പൂപ്പൻ താടി നിങ്ങൾ കണ്ടിട്ടില്ലേ? കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയെ മക്കൾ കണ്ടിട്ടില്ലേ? സെയിം തന്നെ അല്ലെ. എന്താ പറയുന്നത്? സൈക്കമോ ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ഡാൻഡേലിയൻ ക്ലോക്ക് both have fruits which have adapted to use the wind to carry the seeds away when the seeds are ready അല്ലെ. അപ്പൊ ഡാൻഡേലിയൻ സീഡ്സും അതേപോലെ തന്നെ സൈക്കമോ സീഡ്സും അല്ലെ, ഇതാണ് എന്ത് ചെയ്യുന്നത്? വിൻഡ് വഴി അല്ലെ, കാറ്റ് വഴി ഡിസ്പേഴ്സൽ നടത്തുന്നത്. സീഡ് ഡിസ്പേഴ്സലിന്റെ വെക്ടർ ഏതാണ്? അവിടെ വിൻഡ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡ് അല്ലെ, കാറ്റ് വഴി ആണ് നമ്മുടെ ചെടികൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രീതിയിൽ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. അതിന്റെ സീഡ് എന്തായിരിക്കണം? വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് വിൻഡിൽ കൂടെ പോവുള്ളൂ അല്ലെ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സീഡുകളായിരിക്കും ഈ ഒരു രീതിയിൽ സീഡ് ഡിസ്പേഴ്സലിന് എന്തിനെ യൂസ് ചെയ്യുന്നത്?
നമ്മുടെ വിൻഡിനെ യൂസ് ചെയ്യുന്നതെന്ന് എന്റെ മക്കൾ മനസ്സിലാക്കണം കേട്ടോ. റെഡി അല്ലേടാ? ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള എന്താണ്? ക്യാച്ചിങ് എ റൈഡ് അല്ലേ? ക്യാച്ചിങ് എ റൈഡ് ഇത് നമുക്ക് എപ്പോഴും വളരെ ഏബിളായിട്ട് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് വെരി ഈസിലി. കാരണം എന്താ, നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഏതെങ്കിലും സ്ഥലത്ത് കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നൊരു കാട്ടിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ മുറ്റത്ത് കൂടെയൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക് പലപ്പോഴും പല ചെടികളുടെയും സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ കുത്തി നിൽക്കുന്നുണ്ട് അല്ലെ. ഇതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഒരു ഡോഗിന്റെ പുറത്ത് നിറയെ ഇതുപോലത്തെ ഇതിങ്ങനെ ഹാച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇതിങ്ങനെ ടക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതൊരു നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആക്ച്വലി ഈ ഒരു മെക്കാനിസത്തിൽ നിന്നാണ് നമ്മുടെ വെൽക്രോ അല്ലെ, നമ്മുടെ ചെരുപ്പൊക്കെ ഒട്ടിക്കുന്ന വെൽക്രോ ഇല്ലേ, തൊപ്പിയൊക്കെ ബാക്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന വെൽക്രോസ് ഇല്ലേ, ആക്ച്വലി വെൽക്രോസിന്റെ ഒരു ഇൻവെൻഷൻ പോലും നടക്കുന്ന ഈ ഒരു മെക്കാനിസം കണ്ടിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ നിങ്ങൾ സം പ്ലാന്റ്സ് സച്ച് ആസ് cockleburrs are developed to grow tiny hooks on their fruit which took on the animals or people that pass by the plants അല്ലെ. അതെന്ത് ചെയ്യും, ഇങ്ങനെ ടുക്ക് ചെയ്യും അല്ലെ, ആ ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കും അല്ലെ. എന്നിട്ട് ആ ഒരു വഴി ഈ നമ്മൾ മനുഷ്യന്മാരോ അല്ലെങ്കിൽ ഈ ആനിമൽസോ പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന സീഡ്സും എന്ത് ചെയ്യും, പല സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയോടാ? ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് സീഡ്സ് ആസ് ഫുഡ് അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈ കിളികളൊക്കെ പലപ്പോഴും അല്ലെ പല സീഡ്സും അവര് തിന്നു കഴിഞ്ഞിട്ട് അല്ലെ, അവർ തിന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവർ കഴിച്ചിട്ട് തന്നെ അല്ലെ, അവർ ഡൈജസ്റ്റ് ചെയ്യാത്ത വിത്തുകൾ അവർ കാഷ്ടിക്കുന്ന സമയത്ത് അല്ലെ, അവരുടെ ഫിക്കസിന്റെ അകത്ത് ഫിക്കൽ മാറ്ററിന്റെ അകത്ത് ഉണ്ടാവും ഈ സീഡ്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഈ സീഡ്സ് എന്ത് ചെയ്യും, ഈ പക്ഷികൾ വഴി എന്ത് ചെയ്യും, പല സ്ഥലത്തേക്കും എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യപ്പെടും അല്ലെ. സീഡ് ഡിസ്പേഴ്സലിന്റെ ഒരു ലിവിങ് ആയിട്ടുള്ള അല്ലെ ഒരു ബയോട്ടിക് ഏജന്റ് ആണ് ബേർഡ്സ് എന്ന് പറയുന്നത്. സോ ബേർഡ്സ് വഴിയുള്ള സീഡ് ഡിസ്പേഴ്സലും നമ്മളിപ്പോ എന്താക്കി മനസ്സിലാക്കി അല്ലെ. ക്ലിയർ അല്ലടാ? അപ്പൊ നമുക്ക് 4 പ്രധാനപ്പെട്ട ഏജന്റുകളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു ഒന്ന് റീകോൾ ചെയ്തേ എല്ലാരും. സോ ലെറ്റ്സ് സേ വൺ മോർ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് വിൻഡ്, second one is water, third one is birds or animals or human beings, and the fourth one is explosion അല്ലെ. explosion or bursting. മനസ്സിലായോടാ എല്ലാവർക്കും? സോ എല്ലാവരും ഇത് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.